ഇന്ന് രാവിലെ നമ്മളെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള എന്തുമ്മ ഇഡ്ഡലി ഇവിടെ ഉപ്പാക്ക് ഹസൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി, ഇക്കാക്കും ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മാൻ്റെ ഇതാ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലി കുഞ്ഞി ഇഡ്ഡലി ഉമ്മാൻ്റെ. അപ്പോൾ ഇതൊക്കെ എന്തുമ്മ ഉണ്ടാക്കുക നമ്മൾ? ഏത് ചട്ടിനി ഉണ്ട്, കോഴിക്കറി ഉണ്ട് വണ്ടികൾക്ക്. അപ്പോൾ കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞമ്മ? ഇല്ലല്ല, ഇനി ഭാര്യയാണ്. ഇനിയുണ്ട് മാവ്. ഇതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ എല്ലാവർക്കും അടിപൊളിയാട്ടോ. കാരണം ഉമ്മാക്ക് ഇഷ്ടമല്ല, പക്ഷെ ഉപ്പാക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാട്ടോ. എന്താ ഇവിടെ രാവിലെ തന്നെ പരിപാടിക്കാ? അത് നനക്കാനിട്ടാ. ഇന്ന് എന്തായാലും രാവിലെ ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴ അല്ലേക്കാ. നല്ലൊരു കാലാവസ്ഥ. വാങ്ങണ്ടേക്കാ നമുക്ക് പോയി. ഇന്നെ കിട്ടണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കിട്ടാതിക്ക. നിങ്ങൾ വിളിച്ചാൽ നമ്മളെപ്പോഴും ഓടി വരില്ലേ. അപ്പോൾ ഇക്കാൻ്റെ ജീവനായ കുറച്ച് ചെടികളാണ് ഇട്ടത്. ഇക്കാൻ്റെ കൂട്ടുകാരാണിത്. മഴ മാറ്റുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് ഇതിലേക്കൊന്നും ഇങ്ങനെ നടന്ന് ഓരോ ചൊറിഞ്ഞ പണികളൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഉപ്പയും ഇക്കയും വാഴയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ത് ഏതാക്കാ? റോബസ്റ്റാ? നീന്ത്ര സ്വർണ്ണമുഖി. സ്വർണ്ണം ഉണ്ടാവോ? സ്വർണ്ണം ഉണ്ടാവില്ല, കൊല ഉണ്ടാവുന്ന പറഞ്ഞേ. വായിക്കോല വായിക്കോ. ഞാൻ പറഞ്ഞില്ലേ ആ മല വീണുല്ലേ. വേര് വന്നില്ലേ? അപ്പോൾ ഇക്കയാണ് കേട്ടോ വീട്ടിലെല്ലാ ചെടികളും വളർത്തിയതും അതിനെ പരിപാലിക്കലൊക്കെ ഇക്കയാണ്. നനക്കൽ എല്ലാ പരിപാടിയും ഞാൻ ഈ പരിപാടിക്ക് നിൽക്കലുണ്ട് കേട്ടോ. കാരണം എനിക്കിഷ്ടമാണ് വെച്ചാൽ ഇഷ്ടമാണ്. പക്ഷേ പിന്നെ ഉണ്ടല്ലോ നല്ല തലച്ചോറ് എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്തോന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചീരുള്ളി, കരിവേപ്പിട്ട് വറവിടുക. പിന്നെ നല്ലോണം നെരിയിട്ട് കരിച്ച് കുട്ടിയാണെങ്കിൽ ഇനി കുറച്ചിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി കുറവുണ്ടായി ഇങ്ങോട്ട് ഇട്ടിട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് ആ അപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റബിൾ ഒരു തലച്ചോറ് വാങ്ങി കഴിക്കാൻ കേട്ടോ ഗൈസ്. കുട്ടികൾക്കാണ് കുറവുണ്ട്. അപ്പൊ ഉമ്മാക്കും ചെറുതായിട്ടൊരു കുറവുണ്ട്. ഇല്ലമ്മ, അങ്ങക്ക് ചെറിയൊരു തലച്ചോറ് കുറവില്ലേ? പിന്നെ ഉമ്മാക്ക് തലച്ചോറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് റെഡിമെയ്ഡ് തലച്ചോറൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് ഉണ്ടാക്കി രക്തത്തിന്റെ ആ പാടങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ ലെവലാക്കണം. ചീരുള്ളി, മഞ്ഞപ്പൊടി പോരല്ലേ? മഞ്ഞപ്പൊടി കുറവാ. ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുക. അപ്പം ഇനി നമ്മളൊരു കടായി വെക്കാണ്ടിട്ട് പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിന്. അപ്പം ചിക്കൻ ആക്കാൻ വിചാരിച്ചു. അപ്പം ചിക്കൻ ഇവിടെ ഞാൻ മുളക് പൊടിയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തിട്ട് വേണം. അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കുന്ന നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും ഒക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഞാനിവിടെ ഒരു ഭാഗത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കടായിക്ക് വേണ്ടിയിട്ടുള്ളത്
ഒന്ന് വഴറ്റിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ആയിക്കോട്ടെ. അപ്പം ഞാൻ പെട്ടെന്ന് വേണ്ടിയിട്ട് ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ എല്ലാം ഏകദേശം ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്തെടുക്കാം. കുട്ടികളെയും മക്കളെയും മുട്ടയും നോക്കുന്നവർക്കൊന്നും കഴിയില്ലല്ലോ. കുഴച്ച് വെക്കണം. ഉപ്പ് കിട്ടുന്നില്ല. അപ്പോൾ നല്ല ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതിൽ ജസ്റ്റ് അതൊന്ന് ഡൈറ്റാണുള്ളൂ. വേവൊക്കെ നമ്മൾ ഇതിന് കഴിക്കട്ടോ. ഉമ്മയും ഞാനുമാണ് കേട്ടോ ബിരിയാണി ചിക്കൻ്റെ ആള്. ഞങ്ങൾക്ക് രണ്ടൊക്കെ ചിക്കൻ കിട്ടിയാൽ അതിങ്ങനെ ചൂടിലിങ്ങനെ കഴിക്കാൻ വേറെ ടേസ്റ്റ് തന്നെയല്ലേ. അതുപോലെ ഹസൂലും ഉമ്മമാർക്ക് മീൻ എന്ന് പറഞ്ഞാൽ ജമ്മു മീൻ ഇല്ലാതെ പോലെ രണ്ടാളും ചോറുന്നില്ല. മീനിൻ്റെ സ്മെല്ല് എവിടെയെങ്കിലൊക്കെ മതി. അതേമാതിരി നമ്മ ചിക്കൻ ഉണ്ടെങ്കിൽ ചോർക്കൊന്നും കഴിക്കൂല. അങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാനുള്ള ഇഷ്ടം. അപ്പം നമ്മളിത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അപ്പം നമ്മൾ അങ്ങനെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ജോയിൻ്റ് ആക്കി കുറച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പിന്നെ അതവിടെ ഫ്രൈ ചെയ്തിട്ട് ചിക്കനോട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് നല്ലോണം യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ്സ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ചപ്പാത്തി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടുത്ത് നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ കൊടുമ്പുളിയാണ്. ഒരുള്ളി തോന സാധനങ്ങളൊന്നും വേണ്ട, ഒക്കെ നുള്ളി ഒപ്പിക്കണം. പിന്നെ കറി ഇപ്പം മല്ലിപ്പൊടി ശേഷം നാടൻ മത്തി കേട്ടോ. നാടൻ മത്തിയുണ്ട്, 2 അയിലം മാത്രം, രണ്ടും കൂടി മിക്സ് ഇടാം. ഇത് പറ്റില്ല, അയില പറ്റില്ല. ആ മുളക് പൊടിൻ്റെ പാത്രം എടുത്താൽ 2 സ്പൂൺ നല്ലോ മല്ലിപ്പൊടി, മനസ്സിലായോ? ഒരു സുമാറുണ്ട് എടുക്കല. ഒരു കയ്യിൽ ചെറുത്, നമുക്ക് അത്യാവശ്യം കറി വേണമല്ലോ, കറിക്കനുസരിച്ച് ഇടല കേട്ടോ. മുളകിട്ട് പച്ചമുളക് മല്ലി ഒക്കെ കയറിയിട്ട് വെളുത്തുള്ളി ഇഞ്ചൊക്കെ അതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചതച്ച ഇവിടെ ഉണ്ടായിനി. പിന്നെ ആ കൊടുമ്പുളി ഇട്ട് അത് കുറേ പയക്കെന്ന് വിചാരിച്ചുമ്മാൻ്റെ ഉസുബ് ഇങ്ങനെയാണ്. ആ തിളച്ച വെള്ളത്തിട്ടൊന്ന് കഴുകി ആദ്യം, എന്നിട്ട് ആ വെള്ളം ഒഴിവാക്കിയിട്ട് പിന്നെ ഇടുക. അത് അത്യാവശ്യം പുളി ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഉമ്മാൻ്റെ പണിക്ക് ഭയങ്കര പണിയാണ്. ഇതൊന്നൊരു നോണ്ടുമല്ലോ, കരിവേപ്പിൻ്റെ ഒക്കെ ഇടും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നോണ്ടണമല്ലോ കുറച്ചൊന്നും. ഇനി ഇതിലേക്ക് ഉമ്മ കരിവേപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇട്ടിട്ട് അതിൽ പൊടി ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെച്ചിട്ട് അതിലേക്ക് മീനിടുക. അത്ര പണിയില്ല. പിന്നെ ഇത് നല്ല വേവിക്കേട്ടോ. ഇടയിലല്ലോ നമ്മൾ വിചാരിച്ചു മീൻ വേവില്ല. മീൻ വേവും തോറും ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരക്കുമ്പോൾ വൈകുന്നേരം കറി വേണമെങ്കിൽ പുരയി വന്നാൽ കുറച്ച് തേങ്ങ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ വെക്കും. ഉച്ചയ്ക്ക് നമ്മളിങ്ങനെ തന്നെ കൂട്ടും. ചപ്പാത്തിക്ക് ഇനി കറി വേണമെങ്കിൽ ഉപ്പേരി ഇവിടെ വന്നിട്ട് ഇന്നത്തെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ക്യാരറ്റ് ഉണ്ട്, പയറുണ്ട്, ബീട്രൂട്ട്, വെള്ളരിക്ക ഒരു പീസ് ഉണ്ടായിന്. ഒക്കെ ബാലൻസ് ആകുമ്പോൾ ഒക്കെ ഉപ്പേരി അതിൻ്റെ ഇത്. അപ്പം ഇത് നല്ല തിളച്ച് നല്ല വേവട്ടെ. ബാക്കി ഇനി ഇതിലൊന്നും ആഡ് ചെയ്യില്ല. വേണമെന്നുണ്ടെങ്കിൽ തൂമ്പിച്ചു കൊടുക്കാം. പക്ഷെ അമ്മ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവിടെ നല്ല തേങ്ങാപ്പാൽ വെച്ചിട്ട് എനിക്കൊരു ഐസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. കോലിട്ടിട്ടില്ല കേട്ടോ ഉമ്മ. 2 ഐസ് ഉണ്ട്, ഒന്ന് ഹസൂനാന്ന് പറഞ്ഞു. അപ്പം എന്തായാലും തേങ്ങാപ്പാലിൽ ഏലക്കായോ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചാ കേട്ടോ. അത് വലിയ പാത്രം നിങ്ങൾ കോലിടാൻ മറന്നമ്മ. കോലിടാൻ പറഞ്ഞ ഗ്ലാസ് അല്ലല്ലോ ഇത്. ബാലൻസ് വന്നപ്പം ഒഴിച്ച് വെച്ചാ തേങ്ങാപ്പാല് 10 തമ്പാലായപ്പം വന്നപ്പോൾ ഐസ്ക്രീം. അപ്പൊ ഐസ്ക്രീം അതാണ് നഷ്ടപ്പെടുത്തണ്ടെന്നില്ല. നല്ല ഒറിജിനൽ ഐസ്ക്രീമുമായി, മനസ്സിലായോ?
അപ്പോൾ ഉമ്മ അത് തേങ്ങാപ്പാൽ കൊണ്ട് ഐസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാ ഉമ്മ ഞാൻ അരീക്കോട് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോൾ ഉമ്മ അതാ പഴമൊക്കെ പാക്കിലാക്കി തരുന്നത്. അപ്പോൾ കൊലോടത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ കവർ വേണ്ടി വരും പറഞ്ഞത് അതിൻ്റെ ഓരോ ഇത് എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം കവറിലാക്കുകയാണ്. ഞാൻ ഇതിൻ്റെ പടല എന്താ ഇതിന് പറയാ പടല. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഉമ്മാക്ക്. അപ്പം ഞാൻ ഈ ഒരു കവറിലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്തായാലും വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അതവിടെ പാക്കറ്റിലാക്കി തരുന്നതാണ്. ഇത് കൊള്ളോടി അങ്ങനെയല്ല, ഇങ്ങനെ വീതിയിലാകുമ്പോൾ ഇതിന് കൊള്ളൂല. ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അടിപൊളി ഫാമിലി വ്ളോഗൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോയുടെ തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ബൈ.